നിങ്ങളുടെ എൻ്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. കുറച്ചുകൂടെ കട്ടിയായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ എൻ്റെ വിശ്വാസത്തിന് അതിഭയങ്കരമായ ശക്തിയുണ്ട്. അതുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കണം. എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്? വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ്, വിശ്വാസത്തിൻ്റെ വചനം കേട്ട് 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 കേട്ട്. വേദപുസ്തകത്തിൽ സുന്ദരമായ ഒരു കഥ പലരും പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനും പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുമുണ്ട് അല്ലേ? മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിനകത്ത് ഒരു തളർവാദ രോഗിയെ യേശു സൗഖ്യമാക്കുന്നതാണ് അല്ലേ? യേശു ഉണ്ടായിരുന്നപ്പോൾ ആളുകൾ വന്നു. യേശു ഉണ്ടെങ്കിൽ ആളുകൾ വരും. യേശുവിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ ആളുകൾ വരും. ചില പള്ളിയിൽ ആരും പുതുതായിട്ട് വരുന്നില്ല, ഒരക്രൈസ്തവനും വരുന്നില്ല, ആരും രോഗികളെ കൊണ്ട് വരുന്നില്ല. എന്താ കാരണം? അവിടെ അത്ഭുതമൊന്നും നടക്കുന്നില്ല. അത്ഭുതം പ്രസംഗിച്ചെങ്കിലേ വരത്തുള്ളൂ. അത്ഭുതം പ്രസംഗിച്ചാൽ വരും. ഹല്ലേലൂയ. പ്രസംഗിക്കണം, അന്നേരം ആളുകൾ വരും. അവർ വന്നു. അപ്പോൾ 4 പേർ കൂടി ഒരു തളർവാദക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടു. 4 പേരൊന്നിച്ച് വരിക. 4 പേര് വരുമ്പോൾ 2 പേര് ഇതിലേ കൂടെ പോയി, 2 പേര് അവനെ ചുമന്നുകൊണ്ട് വരികയാണ്. അവനെ ചുമന്നുകൊണ്ട് വരുന്ന 2 പേരും കൂടെ വന്ന് 2 പേര് ഇതിലേ കൂടെ വന്നു, 2 പേര് 4 പേരും കൂടെ വരുമ്പോൾ ഒരു മരത്തിൻ്റെ അവിടെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോളിൻ്റെ അവിടെ വന്നപ്പോൾ 2ആയിട്ട് തിരിഞ്ഞാൽ കാര്യം നടക്കും? ഇല്ല, ഒന്നിച്ച് വേണം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും 2 പേർ ഐകമത്യപ്പെട്ട്, കേട്ടോ, ഐകമത്യപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഐക്യത വരണം. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത ഉണ്ടാകട്ടെ. ഒരു കാര്യത്തിനകത്ത് മക്കളുമായിട്ടൊരു ഐക്യത ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ സഭയിലുള്ളവർ തമ്മിലൊരു ഐക്യത ഉണ്ടാകട്ടെ. എൻ്റെ ആദ്യകാലത്ത് ഞാൻ കട്രായിലായിരിക്കുമ്പോഴേ ആരും പഠിപ്പിക്കാതെ പഠിച്ച ഒരു കാര്യമാണ്. ദൈവത്തിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ഐക്യത ഉണ്ടാകണം. സഭയിൽ ഉണ്ടാകണമെങ്കിൽ ഐക്യത ഉണ്ടാക്കിയെടുക്കണം. ഐക്യത ഉണ്ടാകുന്നില്ല, ഉണ്ടാക്കിയെടുക്കണം. ആരുണ്ടാക്കണം? സീനിയർ ഉണ്ടാക്കണം. ജൂനിയർമാരോട് ചേർന്നിട്ട് ഒന്നിച്ചുണ്ടാക്കണം. 4 പേർ കൊണ്ടുവന്നു. ഇച്ചിരി വേഗത്തിൽ പോകാം, ഒരു കഥ പറയാൻ വരികയാണ്. ഹല്ലേലൂയ. അവർ വന്നു കഴിഞ്ഞപ്പോൾ അകത്തോട്ട് കയറാൻ സ്ഥലമില്ല. ആളുകൾ അതുപോലെ നിറഞ്ഞിരിക്കുകയാണ്. മേളത്തെ മേൽക്കൂര മാറ്റിയിട്ട് ഫെയ്ത്ത് ടേക്ക് റിസ്ക്. ഫെയ്ത്ത് ടേക്സ് റിസ്ക്. വിശ്വാസം റിസ്ക് എടുക്കുന്നു. മറ്റാരും എല്ലാവരും പറഞ്ഞു നിർത്തറ പൊടിയെല്ലാം വീഴുന്നുണ്ടല്ലോ. പക്ഷേ അവർ റിസ്ക് എടുത്തു. അത് വെച്ചു. എന്നിട്ട് അവനെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. പല കാര്യങ്ങൾ. 4 പേർ ഐക്യത, 2 വിശ്വാസത്തെ റിസ്ക് എടുത്തു. മാത്രമല്ല യേശുവിൻ്റെ മുമ്പാകെ ആ രോഗിയെ കൊണ്ടാക്കി. നമ്മൾ ആരുടെയൊക്കെ കൊണ്ടുപോകണം? മന്ത്രവാദിയുടെ അടുക്കലല്ല, യേശുവിൻ്റെ മുമ്പാകെ ചെല്ലണം. പുണ്യവാളൻ്റെ അടുക്കലുമല്ല, പണങ്ങരുത് കേട്ടോ. ഹല്ലേലൂയ. ആരുടെയൊക്കെ ചെല്ലണം? യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, അവരുടെ വിശ്വാസം കാണാനൊത്തു. നമ്മുടെ വിശ്വാസം കാണുന്നതായിരിക്കണം. ദൈവം കാണണം. നമ്മൾ സംസാരിക്കുന്നത് കേൾക്കണം. പിശാച് കേൾക്കണം, ദൈവം കാണണം. ഹല്ലേലൂയ. അവൻ കണ്ടിട്ട് നിൻ്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതേ അറിയാം. ഹല്ലേലൂയ. അവർ ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ സംശയിച്ചു, ഇതെന്തോ ഈ പറയുന്നത്. അവർ കണ്ടിട്ട് ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു മനസ്സിൽ ഗ്രഹിച്ചവരോട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കാൻ കാര്യം? എന്നാൽ ഭൂമിയിൽ 10-ാമത്തെ വാക്യം, പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുകയെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് പോയി. ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു. ഒരത്ഭുതത്തിന് ബാക്കിയുള്ളവരെ ആശ്ചര്യപ്പെടുത്തുവാൻ കഴിയും. ഒരു വലിയ അത്ഭുതം നടക്കാമെങ്കിൽ 16 വർഷമായിട്ട് ഭിക്ഷ തെണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തളർവാദ രോഗി സൗഖ്യമായാൽ, അല്ലേ? അല്ലെങ്കിൽ കൈ ഒരിക്കലും പൊങ്ങിയിട്ടില്ലാത്ത ഒരാൾ, ജന്മന ഒരാൾ കൈ പെട്ടെന്ന് പൊക്കിയാൽ, അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കണം. സഭയിലൊക്കെ പ്രാർത്ഥിക്കണം, കർത്താവ് അത്ഭുതങ്ങൾ നടക്കട്ടെ. എങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തി 28 വരെയുള്ള വാക്യം അങ്ങനകത്ത് പറഞ്ഞിരിക്കുന്നത്? അതുപോലെ 29-ാമത്തെ അധ്യായം ഞങ്ങളുടെ സഭയിൽ നടക്കട്ടെ, ഞങ്ങളുടെ വീട്ടിൽ നടക്കട്ടെ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഏത് വർഷത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒറീസയിലായിരുന്നു. അതിൻ്റെ ആദ്യകാലമാണ്. ഞാൻ 1980 കഴിഞ്ഞപ്പോഴാണ്. 81-ലായിരിക്കണം. അതെ, 81. ഞാൻ വിശ്വാസം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ വിശ്വാസം ഇങ്ങനെ പതുക്കെ വളർന്നു വരികയാണ്. പറഞ്ഞാണ് പഠിപ്പിച്ച് വരുമ്പോഴാണ് വളരുന്നത്. അല്ലെ? ഒരു അധ്യാപകൻ്റെ ഒക്കെ ചോദിച്ചാട്ടെ, പുതുതായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന അധ്യാപകൻ, പണ്ട് പഠിച്ചു വെച്ചിരുന്ന പിന്നെയും പഠിപ്പിക്കുന്നവർക്ക് അതില്ല. ബാക്കിയുള്ളതൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പം ഞാനും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അന്ന് പുതുതായിട്ടൊരു ഒരിടത്തുണ്ടായി, ഒരു കുഗ്രാമത്തിൽ, പാവപ്പെട്ടവരുടെ ഇടയിൽ. അവരൊരു വനത്തിൽ നിന്ന് കുറച്ച് ശാഖകളൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് തൂണിട്ടിട്ട് അതിൻ്റെ പുറത്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഒരു തണലായി. പകലത്തെ ബൈബിൾ ക്ലാസ്സിനും രാത്രി മഞ്ഞടിക്കാതെയും 3-4 റാന്തൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എനിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ കസേര, ബാക്കിയുള്ളവരൊക്കെ താഴെ ഇരിക്കുകയാണ്.
ഞാൻ അവിടെ നിന്ന് രാവിലെ വൈകിട്ടത്തെ മീറ്റിംഗ് കഴിഞ്ഞു. വൈകിട്ട് സുവിശേഷം പ്രസംഗിക്കും, രാവിലെ ബൈബിൾ പഠിപ്പിക്കും. വിശ്വാസികൾക്കായിട്ടുള്ളതാണ്. ഞാനിങ്ങനെ പഠിപ്പിക്കണം. വിശ്വാസം നമുക്ക് ഭയങ്കര ശക്തിയാണ്, വിശ്വസിക്കാമെങ്കിൽ അത്ഭുതം നടക്കും, നമ്മൾ ചോദിക്കുന്നത് ദൈവം തരും എന്നെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പേര് ഒരു മുളയിൽ ഒരു കൊട്ട കെട്ടിയിട്ടിട്ട് ആ കൊട്ടയ്ക്കകത്തൊരു സ്ത്രീയെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. ഒറിശാൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ കേട്ടോ. കാരണം ദൂരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരാൾക്ക് നടക്കാൻ വയ്യ. അപ്പോൾ അവരെ എടുത്തുകൊണ്ട് വരുന്നത് ഒരു കൊട്ടയ്ക്കകത്തിരുത്തിട്ടാണ്. 2 മുളയ്ക്കകത്ത് ഒരു കൊട്ട, ഒരു മുളയ്ക്കകത്ത് 2 പേര് ഒരു കൊട്ടയിൽ കെട്ടിത്തൂക്കിയ, മുളയിൽ കെട്ടിത്തൂക്കിയ ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. എല്ലും കൊലുമായ ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. എന്താണ് ഈ സ്ത്രീ 7-8 വർഷമായിട്ട്, എനിക്ക് ശരിയായിട്ട് ഓർമ്മയില്ല, നടന്നിട്ടില്ല. പ്രാർത്ഥിക്കണം. ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ ഇതും കൊണ്ട് എൻ്റെ അടുക്ക വരണം, വയറുവേദനയൊക്കെ എൻ്റെ അടുക്ക വന്നാൽ മതി, ഇതുവല്ല ദിനകരൻ്റെ അടുക്കലോ ഇങ്ങനെയുള്ളവരെടുക്കലെങ്ങാനും കൊണ്ടുവന്ന് മനസ്സ് വിചാരിച്ചു. പക്ഷേ എനിക്ക് പിന്മാറാനൊക്കത്തില്ല. കാരണം ഞാൻ ആളുകളെ വിശ്വാസം പഠിപ്പിക്കുകയാണ്. ആളുകൾ നോക്കിയിരിക്കുക, പഠിപ്പിച്ചൊന്ന് കാണിച്ചാട്ടെ. അപ്പം ഞാനൊരു ഹീറോയെ പോലെ അങ്ങോട്ട് ചെന്നു. എനിക്കറിയാവുന്ന നടക്കാൻ സാധ്യതയില്ലെന്നറിയാം, കാരണം ഞാൻ അതിന് മുമ്പ് ഒരിക്കലും മുടന്തര നടത്തിയിട്ടില്ല. എങ്കിലും ഞാൻ വിചാരിച്ചു പോയങ്ങ് പ്രാർത്ഥിക്കാൻ, നടത്തില്ലെങ്കിൽ പറയാം നിൻ്റെ വിശ്വാസം കുറവുണ്ടാകുന്ന, നാളെ വാ മറ്റന്നാ വാ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ സ്ത്രീയുടെ യേശുവിനെ പറ്റി കുറച്ച് ചെറുതായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തുവിനെ സൗഖ്യമാക്കും, വിശ്വസിക്കണം കേട്ടോ, എന്നിട്ട് നടക്കും. ഹല്ലേലൂയ. അവൾ തലകുലുക്കി. പ്രായമുള്ളൊരു സ്ത്രീ, 30-40 വയസ്സ് കാണും. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. ആരോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാന്ന്. ഞാൻ പറഞ്ഞു അതല്ല പറഞ്ഞത്, എഴുന്നേറ്റ് നടക്കാൻ പോവാണ്. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവം നിന്നെ സഹായിക്കും, ഞാനും നിന്നെ സഹായിക്കാം. ഞാൻ കൈ കൊടുത്തും വെച്ച് പറഞ്ഞു, കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. കർത്താവായി. അപ്പോൾ മാറൊന്നും മറയ്ക്കാത്ത ഒരു സ്ത്രീയാണ്, ഒരു സാരിയുടെ ഒരറ്റ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ആദിവാസിയാണ്, അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, എഴുന്നേൽക്കുക കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആ സ്ത്രീയും എഴുന്നേറ്റു. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം കേട്ടോ, അവരെ കണ്ടം ചെയ്യല്ല. നിന്നെ കൊള്ളത്തില്ല, ദൈവം നിന്നെ സൗഖ്യം എന്നല്ല, ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറഞ്ഞു പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആ സ്ത്രീ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു നടന്നാട്ടെ. പതുക്കെ ആ സ്ത്രീ നടന്നു. ഇനി നമുക്ക് തിരിച്ചു നടക്കാം. അങ്ങോട്ടേക്ക് നടന്നു. ഞാൻ പറഞ്ഞു ഇനി മുറുക്ക നടക്കാൻ പോവാം. എന്നിട്ട് ആ സ്ത്രീ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നടന്നാട്ടെ യേശുവിൻ്റെ നാമത്തിൽ നടന്നാട്ടെ, അങ്ങോട്ട് നടന്നാട്ടെ, വേഗത്തിൽ നടന്നാട്ടെ. എന്നിട്ട് ഞാൻ കൈ അങ്ങ് വിട്ട് നടന്നാട്ടെ. ആ സ്ത്രീ നടന്നു. നമ്മുടെ കർത്താവ് തന്നെ സൗഖ്യമാക്കി. സ്വർഗം ഇറങ്ങി വന്നു. അവിടെ വന്നിരുന്ന പുതിയ വിശ്വാസികളാണ്. അവരെല്ലാവരും കൂടെ സ്നാനപ്പെട്ടിട്ട് 1 മാസമേ ആയി കാണത്തുള്ളൂ. അവരെല്ലാവരും കൂടെ കൈകൊട്ടി ഹല്ലേലൂയ സ്തോത്രം. ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു ഇനിയും പോയി വീട്ടിലോട്ട് പോയാട്ടെ. ആ സ്ത്രീ എളുപ്പം കൊട്ടയ്ക്കകത്ത് കയറിയിരിക്കാൻ പോയി. എൻ്റെ ഇന്നത്തെ വിഷയം, നിൻ്റെ കൊട്ടയിൽ നീ ഇരിക്കരുത്. ഹല്ലേലൂയ. ആ സ്ത്രീ കൊട്ടയ്ക്കകത്ത് എന്താ കാര്യം? അവിടെ അങ്ങ് ശീലിച്ചു പോയി. 8 വർഷമായിട്ട് കൊട്ടയിലിരുന്നില്ലേ പോയത്. ഞാൻ ആ കൊട്ട എടുത്തിട്ട് ഒരു ഒറ്റ ഏറ് കൊടുത്തു. ഞാൻ പറഞ്ഞു നീ കൊട്ടയിലല്ല പോയത്, നീ നടന്നു പോകാൻ. അയ്യോ അത് ഒത്തിരി ദൂരെയാണ്, 6-7 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത്രയും നാൾ നീ കൊട്ടയ്ക്കകത്തിരുന്നില്ലയോ, ഇത്രയും നാൾക്ക് വീട്ടിനകത്ത് ഇരിക്കുമല്ലായിരുന്നോ, ഇന്ന് നീ നടക്കാൻ പോവാണ്, വീട് നടന്നു പോകട്ടെ. ആ സ്ത്രീ നടന്നുപോയി. അടുത്ത ദിവസം, അന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് ശേഷം അടുത്ത ദിവസം രാവിലെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ആളുകൾ അപ്പുറത്തിരിക്കുകയാണ്. അവരെല്ലാവരും ഓ എന്ന് പറയുന്നു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ആ സ്ത്രീ നടന്നു വരുന്നു. അന്നത്തെ ദിവസം സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ 6-7 കിലോമീറ്റർ അങ്ങോട്ട് നടന്നുപോയി. അടുത്ത ദിവസം തിരികെ വന്നു. ഇന്നും ഞങ്ങളുടെ ബൈബിൾ കോളേജിനകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നത് ആ ഗ്രാമത്തിലും അടുത്തുള്ള സ്ഥലത്തും ആ സ്ത്രീയുടെ ഒരു അത്ഭുതം കാരണം. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആരാണ്? നീ കൊട്ടയിലിരുന്നത് മതി, നീ കടഭാരത്തിൻ്റെ കൊട്ടയിലിരുന്നത് മതി, നീ കുടുംബകലഹത്തിൻ്റെ കൊട്ടയിലിരുന്നത് മതി, നീ സിഗരറ്റ് വലിയുടെ കൊട്ടയിലിരുന്നത് മതി, നീ മദ്യപാനത്തിൻ്റെ കൊട്ടയിലിരുന്നത് മതി, നീ രോഗത്തിൻ്റെ കൊട്ടയിലിരുന്നത് മതി. വിശ്വാസത്തിനകത്ത് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കണം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായത് നീ എഴുന്നേക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം, എൻ്റെ കടഭാരം മാറും, എൻ്റെ ദുഃഖം മാറും, എൻ്റെ കൈ പോങ്ങും, എൻ്റെ മക്കളുടെ വിവാഹം നടക്കും, എനിക്ക് ഭൂമി കുറച്ചുകൂടെ തരും, എനിക്ക് കുറച്ചുകൂടെ ബുദ്ധി തരും, എനിക്ക് കുറച്ചുകൂടെ ആരോഗ്യം തരും. നിനക്കില്ലാത്തത് നിനക്ക് ചെയ്യാനൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നിനക്ക് ചെയ്യാനൊക്കാത്തത് കർത്താവ് ചെയ്തു തരും. ഞാൻ എൻ്റെ ഇരിക്കുന്ന കസേരയുടെ മുകളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കസേരയുടെ മുകളിൽ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് അവിടെ ഇല്ല. കാരണം ഇതെല്ലാം കൂടെ ഒന്ന് രണ്ടാമത് റീപെയിൻ്റൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചപ്പം അതെല്ലാം മാഞ്ഞു പോയി. ഇനി ഒന്നുകൂടെ എഴുതിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ജോർജ് മുള്ളർ പറഞ്ഞ ഒരു വാചകം ഞാൻ അവിടെ എഴുതിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇഫ് ദ ലോർഡ് ഫെയിൽസ് മീ ദിസ് ടൈം ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് ടൈം. ജോർജ് മുള്ളർ പറഞ്ഞതാണ്. എന്താണ്? എൻ്റെ ദൈവം ഇപ്രാവശ്യം എന്നെ സഹായിച്ചില്ല എങ്കിൽ
ഇത് ആദ്യത്തെ പ്രാവശ്യമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥിച്ചതെല്ലാം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത്. ഈ ദൈവം നിങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാനും നീയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് പറയണം. പറഞ്ഞു 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 വരും. നിൻ്റെ വിശ്വാസവും വർദ്ധിച്ചു വരും. സ്വർഗത്തിലെ ദൈവം നീ പറയുന്നത് കേട്ടിട്ട് നിനക്ക് സാധിച്ചു തരും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. എന്താണ് നിൻ്റെ ആവശ്യം? ഹല്ലേലൂയ. കൈ പൊങ്ങുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ആരെയാണ് കൈ പൊങ്ങാത്തത്? ഹല്ലേലൂയ. കർത്താവ് കൈ പൊങ്ങാത്തത് വലത്ത് കൈ അടുത്ത കൈ പ്രാർത്ഥിക്കാൻ പോവാണ്. സ്വർഗസ്ഥനായ ദൈവമേ, ഈ പ്രിയപ്പെട്ടവരുടെ കൈ പൊങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫ്രോസൺ ഷോൾഡേഴ്സ് പിടിപിടുക, സൗഖ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ കൈ ഉയർത്തുക, കൈ ഉയർത്തുക. നിൻ്റെ കൈ ഉയർത്തിയ കൈയുമായിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നിനക്കിടയാക്കി തീരട്ടെ. നിൻ്റെ പ്രശ്നം മാറട്ടെ. കൊട്ടയിൽ ഇരുന്നത് മതി, ചാടി എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നടക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.